ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ ഒരു മോർണിംഗ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം സക്സസ് ആകുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പിനെ തന്നെ മമ്മി രാവിലെ പോയി പാലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ചായയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കിറ്റൂസിന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ തലേന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു വെച്ചാൽ കിറ്റൂസിന് സ്കൂളിൽ ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്ന് മോരുകറി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ചീത്തയായി തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ അത് കളഞ്ഞിട്ട് കഴുകി വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പാത്രം കഴുകുകയാണ് കേട്ടോ. അങ്ങനെ മീനിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു എന്തായാലും മോര് കറിയില്ലല്ലോ, അപ്പോൾ അവനെന്തെങ്കിലും ഒഴിക്കാൻ കറി ഉണ്ടാക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പോൾ മത്തൻ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഐറ്റമാണ് കേട്ടോ ഈ മത്തൻ. അപ്പോൾ മത്തനെ നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് അതിൻ്റെ സീഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ പറമ്പിൽ നട്ടാലെന്താണ്. അങ്ങനെ അത്യാവശ്യം അത് വിളഞ്ഞൊരു സീഡ് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ സീഡൊക്കെ എടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, കാരണം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കറിയുടെ ആവശ്യമുള്ളൂ. അതങ്ങനെ 3-4 കഷ്ണമായിട്ടൊക്കെ ഒന്ന് കീറി അതിൻ്റെ തൊലി കളയാൻ അത്യാവശ്യം നല്ല പാടുള്ളതായതുകൊണ്ടാണ് കേട്ടോ 3-4 പീസായിട്ട് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടിരിക്കുന്നത്. അങ്ങനെ അതിന് വീണ്ടും 3-4 പീസൊക്കെ ആയിട്ട് നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുപയർ ഇടാം, വൻപയർ ഇടാം, ഡാലിടാം. ഞാനിപ്പം ഡാലാണ് ഇടുന്നത്. ഞാൻ കൂടുതലും പയറാണ് ഇടുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഡാലിട്ട് നോക്കാമെന്ന്. അങ്ങനെ ഡാലാണ് ഇടുന്നത്. അങ്ങനെ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മമ്മി ചായയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ ചായ ഇട്ടത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ നമുക്ക് 2 കിച്ചൺ ഉണ്ടെന്ന്. അപ്പോൾ പുറത്തെ കിച്ചണിൽ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുമ്പൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഡാല് കറി എടുത്തിട്ട് ഡാല് കറിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാലൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. ചിലവരൊക്കെ ഈ ഡാല് കഴുകാറില്ല, പക്ഷെ ഞാൻ കഴുകാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും ഈ ഡാല് കഴുകിയാൽ തന്നെ എന്തോ ഒരു അഴുക്കാണ്, അപ്പോൾ കഴുകാതൊക്കെ ഇത് ഉപയോഗിക്കുന്നവരെങ്ങനെയാണെന്ന്. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം അതിൻ്റെ വേണ്ടുന്ന വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളത് കുക്കറിലോട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 3-4 വിസിലിന് വേണ്ടി അടുപ്പിക്കും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ വെള്ളം കിണറ്റിൽ നിന്ന് കോരിയാണ് എടുക്കുന്നത് അടുക്കളയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കോരി വെച്ചതിനകത്തുനിന്ന് ഒരു കപ്പിനകത്ത് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കളഞ്ഞിട്ട് വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് വീസിലടിക്കാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ ഉള്ള വെള്ളമെല്ലാം ഇങ്ങനെ തുടച്ചു. അതിനിടയ്ക്കൂടെ ചായ കുടിക്കുന്നുണ്ട്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് രാവിലെ ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു ഫ്രഷ് മൈൻഡാണല്ലോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചു എങ്കിൽ പിന്നെ എന്താണ് അടുത്ത പരിപാടി നോക്കാം. അപ്പോഴത്തേക്ക് ഏകദേശം ഒരുപാട് സമയമായി കേട്ടോ. ഞാൻ ഈ വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ടും അത്യാവശ്യം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചൂസിന് ഇന്ന് സ്നാക്സായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിൽ പോയ സമയത്ത് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ അത് കുറച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത്തരം ഫ്രൈകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ മാക്സിമം വെളിച്ചെണ്ണയിലാണ് യൂസ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുപോലും മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചെടുത്തതൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുക്കറിനകത്ത് വിസിൽ അവിടെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മണമൊക്കെ കാര്യങ്ങളൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിന്ന് അവന് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ അവൻ്റെ ടിഫിൻ ബോക്സിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ മുളക് പൊടി ഇട്ടില്ല കേട്ടോ. പക്ഷേ അവന് മുളക് പൊടി ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ മുളക് പൊടി ഇട്ടില്ല, കാരണം സ്കൂളിൽ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് ഞാൻ അങ്ങനെ മുളക് പൊടി ഇട്ടില്ല. എരിയോ അല്ലെങ്കിൽ കള്ളിൻ്റെ ഒക്കെ വെച്ച് തേച്ചാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാഞ്ഞത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളായിരുന്നു, കാരണം അത്യാവശ്യം നന്നായിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് വെച്ചാൽ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. ബാലൻസ് എണ്ണ ഉണ്ടായിരുന്നു, കുറച്ച് എണ്ണ എടുത്ത് ഞാൻ മാറ്റിയിട്ട് അതിന് മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അവന് മുട്ടയും ഫിഷ് ഫ്രൈയും ഒരു മത്തങ്ങ കറിയും കൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം തോരനോ മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടായിരുന്നു കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തു വിടാൻ ശ്രമിക്കാറുള്ളത്. അങ്ങനെ രാവിലെ ഇടപെടേന്ന് കാര്യങ്ങളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 8 മണി എന്തോ ആയിട്ടുണ്ട്. ഇപ്പോഴും ലവൻ അവിടെ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊരിച്ച് കൊടുത്തു വിടുമ്പോൾ അവന് കഴിക്കാൻ വലിയ പാടാണ്. അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് ചിക്കി കൊടുത്തു വിടാമെന്ന്. അങ്ങനെ ചിക്കി കൊടുക്കുമ്പോൾ
കൊച്ചു കൊച്ചു പീസുകളാണെങ്കിലും എടുത്ത് കഴിച്ചോളൂ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ചിക്കി കൊടുത്തു വിടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കഴുകാനുള്ള പാത്രം അതും ഇതൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അത്യാവശ്യം കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട അവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ ഉള്ള കാര്യങ്ങൾ പാത്രങ്ങളെല്ലാം കഴുകി തന്നെ പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും എപ്പോഴും കഴുകാൻ കാണത്തില്ല കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തുടച്ചും പോവാറുണ്ട്. അപ്പോൾ പിന്നെ വലിയ തലവേദന വരത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു മത്തങ്ങ കറിക്കുള്ള തേങ്ങ ചിരകി എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിനകത്ത് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത്രയാണ് കേട്ടോ ഇട്ടിട്ട് ഈ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ വെള്ളം തന്നെ കഴിവതും എടുക്കാൻ നോക്കുക. കാരണം ഒരുപാട് വെള്ളം കൂടി പോയാലും പാടാണല്ലോ. അതുകൊണ്ട് അങ്ങനെ അത് ഏകദേശം അരച്ച് വെച്ച് ഞാൻ അങ്ങനെ അരപ്പ് അത്യാവശ്യം നന്നായിട്ട് അരച്ച് വെച്ചിട്ട് ബാക്കി മത്തങ്ങക്കറി ഒന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ടൂടെ വെച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പറമ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പറമ്പിൽ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ കാരണം ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അപ്പോൾ തലേന്നത്തെ മുട്ട പൊട്ടിച്ചതിൻ്റെതും പിന്നെ നമ്മൾ ചായ ഇട്ട ചായപ്പൊടിയും അതും ഇതൊക്കെ കുറച്ച് നമ്മുടെ നമ്മുടെ കറിവേപ്പിലേക്ക് ഒഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് കിച്ചൂസിനെ ഉറക്കമുണർത്തുവാണ് കേട്ടോ. ഒരു രക്ഷയില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് ഭയങ്കര മടിയാണേ. അപ്പോഴാണ് ഞാൻ വീണ്ടും ശ്രദ്ധിച്ചത് കുഞ്ഞിൻ്റെ കയ്യിൽ ആ ഒരു നീര് അത്യാവശ്യം വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാറാനേ നിൽക്കുമല്ല. അവൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരാമെന്നും പറഞ്ഞുകൊണ്ട് മടി പിടിച്ച് വീണ്ടും ഉറങ്ങാൻ തന്നെ കിടന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 8:15 9:15 അവനെ സ്കൂളിൽ എത്തിക്കേണ്ടതാണ്. എന്നും ലേറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ കറിയൊക്കെ ഏകദേശം ഞാൻ അരപ്പെല്ലാം അരച്ചു, മത്തങ്ങയെല്ലാം അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയാണ് കേട്ടോ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊന്ന് താളിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം ഇവൻ ഇതിനിടയ്ക്ക് തേങ്ങ കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് വലിയ പാടാണ് കഴിക്കുക. അതുകൊണ്ട് ഞാൻ തേങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ വറ്റമുളക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ കുഞ്ഞുള്ളിയാണ് കേട്ടോ ഇട്ടത്. അതൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്തിട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്തിട്ട് കറി ഒന്ന് അത്യാവശ്യം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറി. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. ചോറിലൊഴിച്ച് കഴിക്കാമെന്നുണ്ടെങ്കിൽ ചോറ് പോകുന്ന വഴിയേ അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഇങ്ങനെ കഴിക്കുമ്പോൾ. ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അരപ്പൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡാലുകറിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീണ്ടും കുറേ പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ കഴുകി വെക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിനകത്തുണ്ടായിരുന്നതും കൂടി ഞാൻ ബാലൻസ് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് എടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് തിളപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ആ മഞ്ഞപ്പൊടിയുടേതും അങ്ങനെയുള്ള ആ ഒരു ചെവയും കുത്തലും ഒക്കെ ഒന്ന് മാറണമെങ്കിൽ ഈ കറി നന്നായിട്ട് തിളപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയൊക്കെയാണ്. അവന് കൊടുത്തുകൊണ്ടതുകൊണ്ട് ഒരുപാട് എരിയൊന്നും ഇട്ട് കൊടുത്തില്ല. കുറച്ച് മുളക് പൊടി, ഒരു ശകല മഞ്ഞൾപ്പൊടി, ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിച്ചതും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ അതും കൂടി ഒന്ന് ഫിഷ് ഫ്രൈയും കൂടെ ഒന്ന് ആക്കിയെടുക്കേണ്ടതുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി അവിടെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു പച്ചക്കുത്തിൽ ഇങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ നമ്മുടെ പാത്രങ്ങൾ വീണ്ടും കുറേ കഴുകാനായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിടത്തേക്ക് നമ്മൾ നേരത്തെ മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇങ്ങനെ വാരി വലിച്ചിടത്തില്ല കേട്ടോ. മാക്സിമം ഒരു പാത്രത്തിൽ തന്നെ ചെയ്ത് പോകാൻ നോക്കും. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് നമ്മളിങ്ങനെ മുട്ട മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് മീൻ പൊരിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മീനുള്ള പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് കിച്ചൂസിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും കൂടെ ഒന്ന് അത് കഴുകി തന്നെ നല്ല വൃത്തിയായിട്ട് ആൻറ്റിമാർ കഴുകി തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. എന്നാലും കൊണ്ടുവന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. ആ ഒരു സമയം കൊണ്ട് ചോറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ തലേന്നേ കഴിവതും അരി തിളപ്പിച്ച് നമ്മുടെ റൈസ് കുക്കറിനകത്ത് വെച്ചേക്കാൻ നോക്കും. പക്ഷേ ഇന്നലെ രാത്രിയിൽ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിന്ന് രാവിലെയാണ് കേട്ടോ ചോറ് വെച്ചത്. അതുകൊണ്ട് ചോറാവാൻ അത്യാവശ്യം ടൈം എടുത്തിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഞാൻ അവനെയുള്ള ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇന്ന് ദോശയ്ക്ക് ഞാൻ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് ഞാൻ അവന് ഇങ്ങനെ ദോശ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് നെയ്യും കൂടെയൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോസിൽ എടുക്കാനതാണ് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് എഴുന്നേറ്റ് പിന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് പിന്നെ ബ്രഷൊക്കെ ചെയ്യിപ്പിക്കേണ്ട ഒരു ടൈമും കൂടിയാണ് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ശരിക്കും കിടന്ന് ഓട്ടപ്പാച്ചിലാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കൂടെ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം ടൈം എടുക്കും ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക്. അതിൻ്റെ കൂട്ടത്തിൽ അവന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ രാവിലെ അവന് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാപ്പിയും ചോറും ഒക്കെ ആവും. പിന്നെ അവൻ പോയി കഴിയുമ്പോൾ ഞങ്ങൾ ഫ്രീ ആണ് കേട്ടോ. പിന്നെ തന്നെ പല്ല് തേക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാനും അവനും കൂടെ രാവിലത്തെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് പല്ല് തേപ്പിലൂടെയാണ് കേട്ടോ. രാവിലെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഞാനും അവനോട് ബഹളമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ അംഗമായിരിക്കും. ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വായിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. കുറേ സമയം എടുക്കും അതൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഡ്രസ്സാണല്ലോ, ഇത് അവൻ്റെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അവൻ്റെ മുഖത്തെ സന്തോഷം ഞാനത് ഇട്ട് കൊടുത്തതിൻ്റെതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടാണ് പോവാറുള്ളത് കേട്ടോ. അതൊരു പ്രത്യേക ഒരു ഇത് തന്നെയല്ലേ. അങ്ങനെ അവനെ ഞാൻ കൊണ്ടുപോയി വിട്ടിട്ടൊക്കെ വന്നു. വിട്ടിട്ട് വന്നതിന് ശേഷം പിന്നെ കുറച്ച് തുണി കഴുകിയിട്ടിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഉണക്കാനിടുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ മന്ദാരമോ അങ്ങനെ കാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രാവിലെ അവനെ കൊണ്ടുവിട്ടിട്ട് വന്ന ഉടനെ ഞാൻ വിചാരിച്ചു അങ്ങനെ തുണികളൊക്കെ ഒന്നും എടുത്തില്ല. അങ്ങനെ തുണികളൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ തുണികളെല്ലാം എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വീണ്ടും ഞങ്ങൾക്കുള്ള കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് മാവ് ഉണ്ടായിരുന്നത് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ള മാവിൽ ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ട് നമ്മൾ ആ ദോശയൊക്കെ ചുട്ടൊന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മസ്റ്റ് ഹാവ് ആണല്ലോ രാവിലെ കാപ്പിയിലൂടെ ചായ കുടിക്കുക. എന്തെങ്കിലും ഒരു ചൂട്, ഒന്നെങ്കിൽ പാൽ അല്ലെങ്കിൽ ചായ, അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഇന്ന് പാലായിട്ടാണ് കേട്ടോ എടുത്തത്. ചായ കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ കുറച്ച് പച്ചക്കായ് വാങ്ങിച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ അടുക്കളയിൽ വന്നും പോകുമ്പോൾ നിൽക്കുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ കഴിച്ചൊക്കെ തീർന്നു. അങ്ങനെ നമ്മുടെ പാലൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കുക എന്നുള്ളത്. ഈ കഴിപ്പാണ് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നേരത്തെ എന്നൊക്കെ വെച്ചാൽ ടൈമിങ്ങിനൊക്കെ അത്യാവശ്യം കഴിക്കുമായിരുന്നു. ഇപ്പം തോന്നിയതുപോലെയൊക്കെയുള്ള കഴിപ്പ്. അങ്ങനെ വന്നിരുന്നിട്ട് പിന്നെ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ കൂടെ ആ ഒരു കോംബോയും കൂടെ വന്നപ്പോഴത്തേക്ക് കൊള്ളായിരുന്നു കേട്ടോ. കറിയില്ലെങ്കിലും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം കൊള്ളായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ് സെക്ഷനാണ്. പിന്നെ നമ്മൾ ഡെയിലി തൂക്കുന്നതുകൊണ്ട് അങ്ങ് ഒരുപാട് തൂത്തങ്ങ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് പൊടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കുള്ള സ്ഥലത്തൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെന്താണ്, ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നും കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കിച്ചൂസിനെ വിളിക്കാൻ പോകേണ്ട ഒരു ജോലിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ കൂട്ടി നമ്മളെ സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കൊരു വേറെ എന്തെങ്കിലും വെറൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉച്ചയ്ക്കുള്ള വീഡിയോ ഈവനിങ് റുട്ടീനോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.